എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദ, പ്ലേറ്റോ എന്നിവരെല്ലാവരും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതിന് മുമ്പത്തുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്ത് പോയിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് വൺ ഓഫ് ദ എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആയ റൂസോനെ പറ്റിയാണ്. ജീൻ ജാക്കോസ് റൂസോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1712 മുതൽ 1778 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം ഒരു സ്വിസ് ബോൺ ഫ്രഞ്ച് ഫിലോസഫർ അതുപോലെ നാച്ചുറലിസ്റ്റുമാണ്. അതായത് സ്വിറ്റ്സർലൻഡിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം ഫ്രാൻസിലാണ് ജീവിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹം വളരെ സ്ട്രോങ് നാച്ചുറലിസ്റ്റ് കൂടിയാണ്. അതായത് ബാക്ക് ടു നേച്ചർ തിയറിസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ചൈൽഡ് സെൻറ്റേർഡ് നാച്ചുറൽ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒറിജിനേറ്ററായിട്ട് കാണുന്നത് റൂസോയിനെയാണ്. റൂസോ പറയുന്നത് നമുക്ക് ശരിക്കുമുള്ള നോളജ് ലഭിക്കുന്ന ഒരിക്കലും സൊസൈറ്റിയിൽ നിന്നല്ല, നമുക്ക് ട്രൂ നോളജ് ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്നാണെന്നാണ് റൂസോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവർ ഹീസ് ഇൻ സീൻ. അതായത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെയാണ് ജനിക്കുന്നത്, പക്ഷേ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലായിടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രെറ്റർണിറ്റി എന്നതാണ്. അതായത് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. എമെയിൽ, സോഷ്യൽ കോൺട്രാക്റ്റ്, ന്യൂ ഹെലോയിസ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. അതിൻ്റെ അകത്ത് എമെയിൽ ഓൺ എഡ്യൂക്കേഷൻ എന്ന ആ ഒരു വർക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ് ജനിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അദ്ദേഹം ജനിച്ചത്. റൂസോ ജനിച്ചു കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റൂസോയുടെ മാതാവ് മരിച്ചുപോയി. പിന്നീട് അച്ഛൻ റൂസോയുടെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അശ്രദ്ധനും അതുപോലെ തന്നെ ഒരു അച്ചടക്കം ഇല്ലാത്ത കുട്ടിയൊക്കെ ആയിട്ടാണ് റൂസോ വളർന്നു വന്നത്. വിദ്യാലയത്തിലാണെങ്കിൽ റൂസോയ്ക്ക് ശിക്ഷയൊക്കെ നന്നായിട്ട് കിട്ടിയിരുന്നു. അലമ്പൊക്കെ ആയതുകൊണ്ട് നല്ല ശിക്ഷയൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ റൂസോനെ വളരെയധികം സങ്കടപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം വളർന്നു കഴിഞ്ഞപ്പം കുറച്ച് നാളത്തേക്ക് അദ്ദേഹം അവിടുത്തെ ഒരു നഗര രജിസ്ട്രാറുടെ ഓഫീസിൽ ജോലി ചെയ്യുകയും പിന്നീട് ആ ജോലി ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. 30 വയസ്സ് വരെ അദ്ദേഹം അതിനുശേഷം അലഞ്ഞു തിരിഞ്ഞു നടന്നു. 30-ാം വയസ്സിൽ പാരീസിൽ മടങ്ങിയെത്തിയിട്ട് റൂസോ വിവാഹം കഴിച്ചു. 5 മക്കളുടെ പിതാവാണ് അദ്ദേഹം. അതിനുശേഷം കുടുംബത്തെ ഉപേക്ഷിച്ച് സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ഭയങ്കര വിപ്ലവകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികൃതർ അദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലോട്ട് താമസം മാറ്റി. പക്ഷെ അദ്ദേഹം മരിച്ചത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. ഇനി നമുക്ക് റൂസോയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫി നോക്കാം. അദ്ദേഹം പറയണത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഘടകമല്ല, മറിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫാണ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നേച്ചർ, മാൻ, തിങ്സ് എന്നീ 3 കാര്യങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത്. നോളഡ്സ് ഒരാൾ അക്വയർ ചെയ്യുന്ന, ഒരു കുട്ടി അക്വയർ ചെയ്യുന്ന അവൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നോളഡ്സ് നമുക്ക് ലഭിക്കുന്നത് സെൻസസിലൂടെയാണ്. അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആണെന്ന്. സോ നാച്ചുറലിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇനി പിന്നെ പറയുന്നത് ചിൽഡ്രൻ ഷുഡ് ലേൺ ത്രൂ നാച്ചുറൽ കോൺസിക്വൻസ് ഓഫ് ദെയർ ആക്ഷൻ. അതായത് അവർ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടീനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് കുട്ടിയുടെ ഇൻക്ലിനേഷൻസ്, അവൻ്റെ ഇമ്പൾസസ്, ഫീലിങ്സ് എന്നിവയെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഉള്ളിലുള്ള നല്ല ടെൻഡൻസികളെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് നല്ല സോഷ്യൽ ഇൻ്റർവെൻഷൻ കൊടുത്ത് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നല്ല ടെൻഡൻസീസിന് ഒരു ഫുൾഫിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ലക്ഷ്യമായിട്ട് റൂസോ പറയുന്നത്. ഇനി നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നോക്കാം. റൂസോനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്.
അതായത് കുട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഇൻ്റലക്ച്വൽ വരുന്നുണ്ട്, മോറൽ വരുന്നുണ്ട്, ഫിസിക്കൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തലത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ട്രെയിനിങ് ഓഫ് സെൻസ് ഓർഗൻസ് എന്നുള്ളത്. അതായത് റൂസോ വിശ്വസിക്കുന്നത് ഇന്ദ്രിയ പരിശീലനമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, പിന്നീട് മാത്രമേ നമ്മൾ ഈ മോറലായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതിലൂടെയാണ് കുട്ടി സെൻസ് ഓർഗൻസിലൂടെയാണ് കുട്ടി ബേസിക് ആയിട്ടുള്ള നോളജ് കൈവരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിങ്, എങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അതായത് റൈറ്റ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് അടുത്തത് വരുന്നത്. അതായത് കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ആർട്ടിഫിഷ്യാലിറ്റീസിനൊക്കെ മാറിയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടിയുടെ നാച്ചുറൽ ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് അവൻ ആ നാച്ചുറൽ ആക്ടിവിറ്റീസിലൂടെയാണ് അവൻ നോളജ് ഗെയിൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കഴിയുമ്പോൾ അവൻ്റെ എല്ലാ എബിലിറ്റീസും ഫ്രീ ആയിട്ട് വളരുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ സെൻറ്ററായിട്ട് അദ്ദേഹം കരുതുന്നത് കുട്ടീനെയാണ്. അത് കുട്ടീനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കരുതുന്നത്. അപ്പോൾ കുട്ടിയുടെ എബിലിറ്റീസ് അനുസരിച്ച്, കുട്ടികളുടെ രീതി അനുസരിച്ച് വേണം നമ്മൾ അവരെ പഠിപ്പിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ച് വേണം നമ്മൾ വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം നേച്ചറിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. റൂസോനെ സംബന്ധിച്ചിടത്തോളം നേച്ചറാണ് ഏറ്റവും വലിയ ടീച്ചർ എന്ന് ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ നേച്ചർ, അതായത് പ്രകൃതിയിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ടു ഷേപ്പ് ദ ചിൽഡ്രൻ ലീവ് ഫോർ അതേഴ്സ് ആൻഡ് ലീവ് ടുഗദർ ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് ഒരു സൊസൈറ്റിയിൽ സന്തോഷത്തോടെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതും കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, അതായത് ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് അദ്ദേഹം കരുതുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് കരിക്കുലമാണ്. ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് റൂസോ കരിക്കുലം പ്രിസ്ക്രൈബ് ചെയ്ത് പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. നമ്മുടെ കറക്റ്റ് സ്റ്റേജസിൻ്റെ ഡിവിഷൻ അല്ല വരുന്നത്, എന്നാലും ഏകദേശം സെയിം ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസിനും ഓരോരോ രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജാണ്. ഈ ഒരു ടൈമിൽ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് നോക്കിയുള്ള പഠിത്തം അല്ലെങ്കിൽ ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യാതൊരുവിധ സ്റ്റഡീസ് ഇല്ല, സബ്ജക്റ്റ് ടീച്ചിങ് ഇല്ല, ഫോർമൽ ട്യൂട്ടേഴ്സ് ഒന്നുമില്ല. ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളെ നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് നേച്ചറിലോട്ട് വിട്ടേക്കുക, അവർ ആ നേച്ചറിലൂടെ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നേച്ചറിൻ്റെ മടിത്തട്ടിലൂടെ ഇരുന്നു കൊണ്ട് കുട്ടി പഠിക്കുകയാണ് ഈ ഇൻഫൻസി പീരീഡിൽ ചെയ്യുന്നത്. അടുത്ത് വരുന്ന ബോയ്ഹുഡാണ്. 5 to 12 years ആണിത്. സെൻസ് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സെൻസസിൻ്റെ കൊടുക്കുക, അതുപോലെ തന്നെ നേച്ചർ, നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നിവയുള്ളതാണ് ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജിംനാസ്റ്റിക്, ഗെയിംസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയും വെർബൽ ലെസൺസോ ബുക്ക് ടീച്ചിങ്ങോ ഒന്നുമില്ല. നമ്മുടെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നെന്ന് മാത്രമുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് അഡോളസെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. 12 to 50 years ആണ് അഡോളസെൻറ്റ് പീരീഡിൽ വരുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ നാച്ചുറൽ സയൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ലാംഗ്വേജസ്, മാത്സ്, വുഡ് വർക്ക്, മ്യൂസിക്, പെയിൻറ്റിങ്, ഫിസിക്കൽ സയൻസ്, മാനുവൽ വർക്ക്, ആർട്ട്, മ്യൂസിക്, സോഷ്യൽ റിലേഷൻസ്, ട്രേഡ് എന്നീ കാര്യങ്ങളെല്ലാം കുട്ടി പഠിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. അതായത് ഈ അഡോളസെൻറ്റ് പീരീഡിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് യൂത്ത്. ഒരു 50 തൊട്ട് 25 years വരെയാണ് നമ്മൾ യൂത്ത് ആ ഒരു ഏജായിട്ട് നമ്മളിവിടെ കരുതുന്നത്. ഇവിടെ നമ്മൾ ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മോറൽ റിലീജിയസ് എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് കുട്ടികളെ നല്ലൊരു ഗുഡ് നോബിൾ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വിസിറ്റ് ചെയ്യുക, ട്രാവലിങ്, ബയോഗ്രഫീസ്, മിത്തോളജിക്കൽ സ്റ്റോറീസ് എന്നിവയൊക്കെ പഠിക്കുക. എന്നിവയൊക്കെയാണ് ഈ അഡോളസെൻറ്റ് പീരീഡിലെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. നമ്മൾ പറഞ്ഞു റൂസോ ഒരു നാച്ചുറലിസ്റ്റാണ്. നാച്ചുറലിസം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡ്സുകളിൽ
റൂസോയുടെ ചെയ്യുന്നതും സെയിമായി ആയിരിക്കും ഏകദേശം. അതുകൊണ്ട് തന്നെ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്തുകൊണ്ട് പഠിക്കുക, പ്ലേ വേ മെത്തേഡ് കളികളിലൂടെ പഠിക്കുക, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കരിക്കുലത്തിലൊക്കെ പറഞ്ഞ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ പാർട്ടിസിപ്പേഷനിലൂടെ പഠിക്കുന്നു, പ്രാക്ടിക്കൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നു, സ്വയം പഠിക്കുന്നു, അതുപോലെ തന്നെ ലേണിംഗ് ത്രൂ സെൽഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നു, ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നു, എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ പഠിക്കുന്നു, അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡും ഉണ്ട്. അതായത് കുട്ടികൾ ഇവിടെ ഒറിജിനൽ ഡിസ്കവറാണ്, അവർ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ചെയ്ത് പഠിക്കുന്ന ആ ഒരു ടീച്ചിങ്ങിനാണ് മെമ്മറൈസേഷൻ, ആ ഒരു കാര്യങ്ങളൊന്നും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലോ അല്ലെങ്കിൽ ലെക്ചറിങ് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. ഇവിടെ ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഡിസിപ്ലിനാണ്. നമുക്ക് ഇത്രയിൽ നിന്ന് മനസ്സിലാകും മാക്സിമം ഫ്രീഡം, അതായത് മാക്സിമം ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് റൂസോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികൾക്ക് മാക്സിമം ഫ്രീഡം വേണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് റൂസോ. കുട്ടികൾ കോൺസിക്വൻസിലൂടെ പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും ചീത്ത കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ റിസൾട്ടിലൂടെ വേണം കുട്ടികൾ പഠിക്കാനായിട്ട്. അല്ലാണ്ട് ഈ ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കരുത് കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പണിഷ്മെൻറ്റ്സിനെ വളരെയധികം ഓപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. നാച്ചുറൽ കോൺസിക്വൻസിലൂടെ കുട്ടികൾ ഡിസിപ്ലിൻ കൈവരിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. കുട്ടികളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഗുഡാണ്, ബേസിക്കലി ഗുഡാണ്. അപ്പോൾ അവർ ആ എൻവയോൺമെൻറ്റിലോട്ട് ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ അങ്ങനെയായി കഴിയുമ്പോൾ അവർ നാച്ചുറൽ കോൺസിക്വൻസിലൂടെ തന്നെ ഒരു ഡിസിപ്ലിൻ ആർജിച്ചെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോമൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിനെ എല്ലാം എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നെക്സ്റ്റ് ടീച്ചറിൻ്റെ റോളാണ്. റൂസോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് നേച്ചറാണ് ഏറ്റവും വലിയ ടീച്ചർ എന്നാണ് റൂസോ കരുതുന്നത്. ട്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഗൈഡ് മാത്രമാണ്, അതായത് കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് ട്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യത്തിന് അധികം മോട്ടിവേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ കുട്ടികളുടെ നേച്ചർ എന്താണെന്ന് പഠിക്കുക, ആ നേച്ചർ അനുസരിച്ച് വേണം ഗൈഡൻസ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് ടീച്ചറിന് ഒരു മിയർ റോളേ ഉള്ളൂ, ടീച്ചർ സെക്കൻഡറി ആണ്. കുട്ടികളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റൂസോയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്യൂക്കേഷനാണ്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്കിഷ് നോളജ് കൊടുക്കില്ല, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു പഠന രീതിക്കാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അഡൽട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യുന്നു, അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ നോളജിനൊട്ടും പെർമനൻ്റ് ആക്കാത്ത ആ ഒരു രീതിയിലുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂസോ അഡ്വക്കേറ്റ് ചെയ്ത ഒരു മെത്തേഡാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ കുട്ടികൾ നോളജ് അക്വയർ ചെയ്യുന്ന സെൻസസിലൂടെയാണ്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ അവർക്ക് നല്ല റിസീവിങ് ആൻഡ് റൈറ്റ് നോളജ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പവർ ഓഫ് റീസൺസും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുട്ടി അവനെ തന്നെ ഹിംസെൽഫ് ഡിസ്കവർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സെൽഫ് എഡ്യൂക്കേഷനാണ്. അതായത് കുട്ടി സ്വയം പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈവിൾസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടീച്ചിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റഡ് സ്കിൽസോ ഒന്നുമില്ല. കുട്ടി നാച്ചുറലി പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലം അവൻ തന്നെ അനുഭവിക്കുന്ന രീതിയിലാണ്. കുട്ടിക്ക് നമ്മളിവിടെ മാക്സിമം ഫ്രീഡം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ കളിക്കുന്നു, അതുപോലെ തന്നെ നേച്ചറിലൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നു, ഒബ്സ്റ്റാക്കിൾസിനെ എൻകവർ ചെയ്യുന്നു, മിസ്റ്ററീസ് ഡിസ്കവർ ചെയ്യുന്നു. അങ്ങനെ അവൻ്റെ മിസ്റ്റേക്കിലൂടെയൊക്കെ പഠിച്ച് വളരുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത് അവൻ്റെ ഈവിൾസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രസൻറ്റ് കണ്ടീഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൊതുവെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക എന്നാലേ നല്ല ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനെല്ലാം ഇവിടെ ഓപ്പോസ് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ പ്രസൻറ്റിലോട്ട് നോക്കൂ, ഫ്യൂച്ചറിലോട്ട് നോക്കരുത്. കുട്ടികൾക്ക് മാക്സിമം എൻജോയബിൾ ആയിട്ടുള്ള ആ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും 12 വയസ്സ് വരെ. ആ ഒരു സെൻസ് ഓഫ് എഡ്യൂക്കേഷനാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ നമ്മൾ വെറുച്ചു പഠിപ്പിക്കുന്നില്ല, പക്ഷേ
അത് ഈവിൾസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കും എന്നൊരു തിയറിയാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ നാച്ചുറൽ ടെൻഡൻസീസ്, ഇൻക്ലിനേഷൻസ്, ഇൻട്രസ്റ്റും അനുസരിച്ച് വേണം പഠിപ്പിക്കാനായിട്ട്. നമ്മൾ പ്രസൻറ്റിന് വേണം പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഐഡിയോളജിയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് എഡ്യൂക്കേഷനെ ഒപ്പോസ് ചെയ്തു വന്നതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക, അവർ പ്ലേയിലൂടെയും അതുപോലെ തന്നെ അവർ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുകയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ നാച്ചുറൽ ടെൻഡൻസീസ് അനുസരിച്ചാണ് നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൂസോയുടെ എമെയിലാണ്. എമെയിലിൻ്റെ സബ് ടൈറ്റിലാണ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എമെയിൽ എന്ന് പറയുന്നത് റൂസോയുടെ ഒരു വർക്കാണ്. 1760 ഇത് പബ്ലിഷ് ചെയ്ത്. ഇതിൻ്റെ അകത്താണ് റൂസോയുടെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻസ് ഉള്ളത്. ഇത് ഒരു പാർട്ടിലി നോവലുമാണ്, എന്നാൽ പാർട്ടിലി ഫിലോസഫിക്കൽ ട്രീറ്റീസുമാണ്. അതായത് എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് നമുക്ക് ഈവിൾസ് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ നാച്ചുറൽ ടെൻഡൻസീസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നൊക്കെയാണ് ഈ ഒരു പുസ്തകം മുമ്പോട്ട് വയ്ക്കുന്ന മെയിൻ ആശയം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എമെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ്. അതായത് എമെയിലിൻ്റെ ബർത്ത് ടു അഡൽട്ട് വരെ ഉള്ള കാലഘട്ടം, അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഈ പുസ്തകം മുമ്പോട്ട് പോകുന്നത്. അവന് കൊടുക്കുന്ന വിദ്യാഭ്യാസം, അവൻ്റെ ഏജിനനുസരിച്ചുള്ള വിദ്യാഭ്യാസമൊക്കെയാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ എമെയിലിൻ്റെ വൈഫായിട്ടുള്ള സോഫിയയുടെ എഡ്യൂക്കേഷനാണ്. അതായത് ആദ്യത്തെ 4 പാർട്ടിലൂടെ എമെയിൽ എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പിക ശിശുവിൻ്റെ വിവിധ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ എമെയിലിൻ്റെ വൈഫായിട്ടുള്ള സോഫിയയുടെ എഡ്യൂക്കേഷനുമാണ് പറയുന്നത്. എമെയിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് നാച്ചുറലി ഗുഡാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സറൗണ്ടിങ്സിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ പുസ്തകത്തെ ലോർഡ് മെർലി വിശേഷിപ്പിച്ചത് ഇത് ശിശുക്കളുടെ മോചനത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്നാണ്. അതായത് വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ തിന്മകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നൊക്കെ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെയധികം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡും ഈ പുസ്തകത്തെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുസ്തകം ചുട്ടുകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ വ്യൂസ്. അതായത് അദ്ദേഹം സൈക്കോളജിക്കൽ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വ്യൂസും പോകുന്നത്. സൈക്കോളജിക്കൽ ലെവലിൽ നിന്നുള്ള വ്യൂസാണ് അദ്ദേഹത്തിൻ്റേത്. നെക്സ്റ്റ് വരുന്ന അദ്ദേഹം വുമൺസ് എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഗേൾസ് എഡ്യൂക്കേഷന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി അദ്ദേഹം ഒരു സെപ്പറേറ്റ് കരിക്കുലം തന്നെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എങ്ങനെ നല്ല ഫിസിക്കൽ അക്വയർ ചെയ്യാനുള്ള ബോഡി എക്സസൈസ്, അതുപോലെ തന്നെ സ്കിൽസ് ആയുള്ള സ്യൂവിങ്, എംബ്രോയ്ഡറി, ലേസ് വർക്ക്, ഡിസൈനിങ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിലീജിയസ് ട്രെയിനിങ്ങും അദ്ദേഹം വുമൻസിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. റൂസോയുടെ ടീച്ചിങ് ലേണിംഗ്, റൂസോ വിഭാവനം ചെയ്ത എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിക്കുലർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ്. അതായത് ഓരോ കുട്ടിയുടെ സ്റ്റേജസ് അവൻ അക്വയർ ചെയ്യാൻ പറ്റുന്ന രീതി, അവൻ്റെ ആ ഒരു ടൈമിലെ ടെൻഡൻസി, അതൊക്കെ അനുസരിച്ചിട്ടാണ് കരിക്കുലം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, പ്ലേ വേ മെത്തേഡ്, അങ്ങനെ പ്രാക്ടിക്കൽ മെത്തേഡ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബുക്കിഷ് നോളജിനെ അദ്ദേഹം വളരെയധികം മിനിമലൈസ് ചെയ്യുകയാണ് ചെയ്തത്. പ്രാക്ടിക്കലായിട്ടുള്ള ആ ഒരു നോളജ് അക്വയറിങ്ങിനാണ് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് കുട്ടിയുടെ ഇന്നേറ്റ് പൊട്ടൻഷ്യാലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വൊക്കേഷണൽ എഡ്യൂക്കേഷനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത സെൻസ് ട്രെയിനിങ്ങിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് റൂസോനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തെടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്വിസ് ബോൺ ഫ്രഞ്ച് ഫിലോസഫറാണ്. ബാക്ക് ടു നേച്ചർ തിയറിസ്റ്റാണ്. മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കൊട്ടേഷനാണ്. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റർണിറ്റി എന്നത് അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. ഇനി ഫിലോസഫിയിലോട്ട് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സെൻസസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. നാച്ചുറൽ കോൺസിക്വൻസിലൂടെയും അതിൻ്റെ ആക്ഷനിലൂടെയും വേണം കുട്ടികൾ പഠിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം. അതുപോലെ തന്നെ കുട്ടിയുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻസ്, ഇമ്പൾസസ്, ഫീലിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇനി എയിം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, മോറൽ എല്ലാ ഡെവലപ്മെൻറ്റ്, അത് ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. സെൻസ് ഓർഗൻസിൻ്റെ ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നേച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ സെൻറ്ററായിട്ട് കുട്ടീനെയാണ് കരുതപ്പെടുന്നത്. ഇനി കരിക്കുലത്തിലോട്ട് വരുമ്പോൾ ഓരോ സ്റ്റേജസിനും ഓരോരോ കരിക്കുലം ആണ് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഫൻസിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ്, ബുക്കിഷ് നോളജുകൾ ഒന്നുമില്ല. ബോയ്ഹുഡിലും ബുക്കിഷ് നോളജുകളില്ല. സെൻസ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഓഫ് നേച്ചർ എന്നിവയാണ്. അഡോളസെൻറ്റ് പീരീഡിലോട്ട് വരുമ്പോഴാണ് നാച്ചുറൽ സയൻസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, മറ്റ് സബ്ജക്റ്റുകളിലെയൊക്കെ പഠനങ്ങൾ വരുന്നത്. യൂത്തിലോട്ട് അല്ലെങ്കിൽ യങ് സ്റ്റേജിലോട്ട് വരുമ്പോഴേക്കും ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മോറൽ, റിലീജിയസ് എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ട്രാവലിങ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിസിറ്റിങ്, അതൊക്കെയാണ് ഈ ഒരു യൂത്തിൻ്റെ ആ ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലോട്ട് വരുമ്പോൾ അദ്ദേഹം പ്രാക്ടിക്കൽ മെത്തേഡ്സ് മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ. മെമ്മറൈസേഷനൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല. അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, പ്ലേ വേ മെത്തേഡ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സെൽഫ് ലേണിംഗ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്നിവയ്ക്കൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഡിസിപ്ലിനിലോട്ട് വരുമ്പോൾ മാക്സിമം ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഉറക്കെ പറയുന്ന ഒരു വക്താവാണ് റൂസോ എന്ന് പറയുന്നത്. അദ്ദേഹം പണിഷ്മെൻറ്റ്സിനൊക്കെ വളരെയധികം ഒപ്പോസ് ചെയ്തു. ഫോമൽ ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിനൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുവാണ്. നാച്ചുറൽ കോൺസിക്വൻസിലൂടെ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി ടീച്ചറുടെ റോളിലോട്ട് വരുമ്പോൾ നേച്ചറാണ് ടീച്ചർ. നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതാണ്. ട്യൂട്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗൈഡും ഒബ്സർവറും കുട്ടികൾക്കുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അതായത് കുട്ടീനെ മനസ്സിലാക്കുക, അവന് വേണ്ട ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കുക, അതൊക്കെയാണ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതായത് ടീച്ചർ കുട്ടീനെ അസിസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി കോൺട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നെഗറ്റീവ് എഡ്യൂക്കേഷനാണ്. അതായത് പോസിറ്റീവ് എഡ്യൂക്കേഷന് ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയമാണ് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റീസിനെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടി തന്നെ ഡിസ്കവർ ചെയ്ത് പഠിക്കുക, പ്ലേ വേ മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്കാണ് എമെയിൽ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അത് 1760 പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്താണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻസ് ഒക്കെ വിവരിച്ചിട്ടുള്ളത്. എമെയിൽ എന്ന് പറയുന്ന ആ ഒരു ബോയിയുടെ ബർത്ത് തൊട്ട് അഡൽറ്റ് വരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് എഡ്യൂക്കേഷൻ, ആ ഒരു രീതിയിലാണ് ഈ ഒരു പുസ്തകം പോയിരിക്കുന്നത്. അതിലൂടെയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ പറ്റി, അതിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇനി മറ്റു കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതാണ് വുമൺസ് എഡ്യൂക്കേഷൻ. ഗേൾസ് എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന, അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് കരിക്കുലം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ സ്കിൽസ് അക്യൂറിങ്ങിനുമാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് കരിക്കുലം സെറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എല്ലാം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും സയൻസ് ട്രെയിനിങ്ങിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബുക്ക് ലേണിങ്ങിനെ വളരെയധികം മിനിമൈസ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് റൂസോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂസോയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. സോ റൂസോ എന്ന ഫ്രഞ്ച് എഡ്യൂക്കേഷണൽ ഫിലോസഫറെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്